നമസ്കാരം. മോർണിംഗ് ന്യൂസ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ CPIM പ്രാദേശിക നേതാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം വ്യക്തിവൈരാഗ്യമെന്ന് സൂചന. CPIM മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷ് എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത്. കൊയിലാണ്ടി നഗരസഭ മുൻ ചെയർപേഴ്സന്റെ ഡ്രൈവറായിരുന്നു. നിലവിൽ രാഷ്ട്രീയ ആരോപണങ്ങളില്ല. അത് കണ്ടെത്തേണ്ടത് പോലീസാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ പറഞ്ഞു. കൊയിലാണ്ടി ടൗൺ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥാണ് മരിച്ചത്. ചെറിയപുറം ക്ഷേത്രം ഉത്സവത്തിനിടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ശരീരത്തിൽ മഴു കൊണ്ടുള്ള 4-ലധികം വെട്ടുകളുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തെ തുടർന്ന് കൊയിലാണ്ടി ഏരിയയിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് സംസ്ഥാന കൗൺസിൽ അന്തിമ ധാരണയായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് CPIയുടെ സ്ഥാനാർത്ഥി. വയനാട്ടിൽ CPIയുടെ മുതിർന്ന നേതാവ് ആനി രാജ സ്ഥാനാർത്ഥിയാകും. തൃശൂരിൽ VS സുനിൽകുമാറും മാവേലിക്കരയിൽ CA അരുൺകുമാറുമാണ് സ്ഥാനാർത്ഥികളാവുക. അന്തിമ തീരുമാനം 26-ന് CPI സംസ്ഥാന നേതൃയോഗത്തിലാണ് കൈക്കൊള്ളുക. KK ശൈലജ വടകരയിൽ നിന്ന് CPIM സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക CPIM സംസ്ഥാന കമ്മിറ്റി യോഗം അംഗീകരിച്ചു. വടകരയിൽ KK ശൈലജ, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, പത്തനംതിട്ടയിൽ TM തോമസ് ഐസക്, ആറ്റിങ്ങലിൽ V ജോയ്, എറണാകുളത്ത് KJ ഷൈൻ, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവ് KS ഹംസ, കൊല്ലത്ത് M മുകേഷ്, ആലപ്പുഴയിൽ AM ആരിഫ്, കോഴിക്കോട് എളമര കരീം എന്നിവർ മത്സരിക്കും. ഇന്ത്യയുടെ സ്റ്റാർ പേസ് ബൗളർ മുഹമ്മദ് ഷമിക്ക് പരിക്ക്. അടുത്ത മാസം ആരംഭിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണിൽ താരം കളിക്കില്ല. നവംബറിൽ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ലോകകപ്പ് ഫൈനലിലാണ് അദ്ദേഹം അവസാനമായി ഇന്ത്യക്ക് കളിച്ചത്. ലോകകപ്പിനിടെ തന്നെ ഷമിക്ക് പരിക്കേറ്റിരുന്നു. കണ്ണങ്കാലിനാണ് പരിക്കേറ്റാണ് അദ്ദേഹം ലോകകപ്പിൽ കളിച്ചത്. ഇടത് കണ്ണങ്കാലിൽ പരിക്കേറ്റ താരത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കും. ശസ്ത്രക്രിയയ്ക്കായി ഷമി UK പോകുമെന്നും BCCI വൃത്തങ്ങൾ അറിയിച്ചു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.